നേപ്പാൾ പ്രളയത്തിൽ ഇതുവരെ 469 പേർ മരിച്ചു. 1468 പേരെ കാണാതായി. നൂറുകണക്കിന് വിദേശികളും തീർത്ഥാടകരും അടക്കം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. തകർന്നടിഞ്ഞ പാലങ്ങളും നശിച്ച റോഡുകളും കാരണം രക്ഷാപ്രവർത്തനം അതിസങ്കീർണമായിരിക്കുകയാണ്. നേപ്പാൾ സൈന്യവും സായുധ പോലീസുമാണ് രക്ഷാപ്രവർത്തനം നിലവിൽ ഏകോപിപ്പിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനായി നിലവിൽ 14 ഹെലികോപ്റ്ററുകളാണ് സൈന്യവും സായുധ പോലീസും ഉപയോഗിക്കുന്നത്. തൃശൂലി ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിൽ കുടുങ്ങിയ 100-ലധികം തൊഴിലാളികളെ സൈന്യം ഇന്നലെ സുരക്ഷിതമായി പുറത്തെത്തിച്ചിരുന്നു. കാണാതായവരിൽ 177ഓളം ഇന്ത്യൻ പൗരന്മാരും ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കക്കാരടക്കം നിരവധി വിദേശികളെയും ഇക്കൂട്ടത്തിൽ കാണാതായിട്ടുണ്ട്. പ്രളയഭീഷണിയെ തുടർന്ന് ഇന്ത്യയും കനത്ത ജാഗ്രതയിലാണ്. ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച്, കുശിനഗർ തുടങ്ങിയ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ സർക്കാർ നൽകിയിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഗണ്ഡക് നദിയിലെ ജലനിരപ്പ് ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. UN ദുരന്ത നിവാരണ വിഭാഗം $2 മില്യൺ അടിയന്തര സഹായം നേപ്പാളിന് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. US, വേൾഡ് ബാങ്ക്, റെഡ് ക്രോസ് തുടങ്ങിയ നിരവധി ലോകരാഷ്ട്രങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും കോടികളുടെ സഹായഹസ്തവുമായി നേപ്പാളിന് വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ടിബറ്റ് അതിർത്തിയിൽ പുതിയ കൃത്രിമ തടാകം രൂപപ്പെട്ടിട്ടുള്ളതിനാൽ പ്രദേശത്ത് വീണ്ടും വെള്ളപ്പൊക്കമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 24 മണിക്കൂർ നീളുന്ന കഠിനമായ തിരച്ചിലാണ് കാണാതായവർക്കായി സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്.